അമ്മയിലെ പോരിൽ തുറന്നടിച്ച് ശ്വേതാമേനോൻ. മുതിർന്ന താരങ്ങൾ പറഞ്ഞാൽ അമ്മയുടെ തലപ്പത്ത് നിന്ന് മാറാൻ തയ്യാറെന്ന് ശ്വേതാമേനോൻ. എന്നാൽ താൻ തോൽക്കാനല്ല വന്നത്, പറയാനുള്ളത് മുഖത്തു നോക്കി പറയും. എക്സിക്യൂട്ടീവിനുള്ളിൽ തന്നെ ചിലർ ലക്ഷ്യം വെക്കുന്നുണ്ട്. കുറച്ചു കാലമായി അമ്മ ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് തനിക്കറിയില്ല. സെക്രട്ടറിയും ട്രഷറുമാണ് എല്ലാം ചെയ്യുന്നത് എന്നും ശ്വേതാമേനോൻ പറഞ്ഞു. കുക്കു പരമേശ്വരനോട് തനിക്ക് ഒരു ഈഗോ പ്രശ്നവുമില്ല. അൻസിബയുടെ പ്രശ്നം വ്യക്തിപരമായിരുന്നു. അമ്മയ്ക്കതിൽ ഒന്നും ചെയ്യാനില്ല. വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ അമ്മ എങ്ങനെ ഇടപെടുമെന്നും ശ്വേത ചോദിക്കുന്നു. ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതി മാധ്യമങ്ങൾ വഴിയാണ് അറിയുന്നതെന്ന് ശ്വേത പറഞ്ഞു. അൻസിബയുടെ പരാതി ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യും. അതാണല്ലോ അമ്മയുടെ കോടതി. അമ്മയെ നാറ്റിക്കാനുള്ള അജണ്ടയാണോ അൻസിബയ്ക്കെന്നും അതോ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നറിയില്ലെന്നും ശ്വേത പറഞ്ഞു. സ്ത്രീകൾക്ക് നയിക്കാൻ പറ്റില്ല എന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും ശ്വേത പറഞ്ഞു. അതേസമയം താരസംഘടനയ്ക്കുള്ളിലെ പൊട്ടിത്തെറികളിൽ മൗനം പാലിക്കുകയാണ് മുതിർന്ന താരങ്ങളും നേരത്തെ സംഘടനയെ നയിച്ചവരും. അടുത്ത മാസം 21 ചേരുന്ന വാർഷിക പൊതുയോഗത്തിൽ എല്ലാം ചർച്ച ചെയ്യാമെന്ന നിലപാടിലാണ് പലരും. പുറത്തു പറയുന്നില്ലെങ്കിലും ശ്വേതാമേനോനും കുക്കു പരമേശ്വരനും ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനെതിരെ ഒട്ടുമിക്ക നടീനടന്മാർക്കും കടുത്ത അമർഷമുണ്ട്. നേതൃത്വം മാറണം എന്നാണ് പലരുടെയും അഭിപ്രായം. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച അൻസിബ ഹസൻ കഴിഞ്ഞ ദിവസമാണ് സംഘടനാ നേതൃത്വത്തിനെതിരെയും ടിനി ടോമിനെതിരെയും തുറന്നടിച്ച് രംഗത്ത് വന്നത്. തന്നെ ജിഹാദി എന്ന് വിളിച്ചു, മദ്യപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചു, അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തി, പോലീസിന് വ്യാജ പരാതി നൽകി തുടങ്ങി ഗുരുതര പരാമർശങ്ങളാണ് അൻസിബ ഉന്നയിച്ചത്. ഇതിനു പിന്നാലെ ടിനി ടോമിനെതിരെ നടി നീന കുറുപ്പും രംഗത്തു വന്നു. കുടുംബമേളയ്ക്കിടെ ടിനി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും സംഘടനയ്ക്ക് പരാതി നൽകി.